നമസ്കാരം. പെട്രോളിന്റെ വില ഈ അടുത്ത കാലത്തൊന്നും കുറയാൻ യാതൊരുവിധ സാധ്യതയും കാണുന്നില്ലാത്തതിനാൽ ആളുകളെല്ലാം ഇലക്ട്രിക് കാറുകളെയും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ ഒരു പെട്രോൾ കാറിനേക്കാൾ അല്പം കൂടി പൈസ മുടക്കിയാൽ ഇവികൾ സ്വന്തമാക്കാനാവുന്നത് ജനങ്ങൾക്ക് ആശ്വാസം തന്നെയാണ്. കറണ്ട് ബില്ലിനെ പേടിച്ച് പലരും പുരപ്പുറത്ത് സോളാറും വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ വൈദ്യുത വാഹനം വാങ്ങിയാൽ ഫ്രീ ആയി നഗരയാത്രകളെല്ലാം ഒരു പരിധി വരെ നടക്കുകയും ചെയ്യും. കോമറ്റ്, ടിയാഗോ പോലുള്ള ചെറു ഇവികൾക്ക് സ്വീകാര്യത കൂടാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇപ്പോഴിതാ ഇലക്ട്രിക് വാഹന പ്രേമികളെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി കാത്തിരുന്ന MG വിൻസർ EVയുടെ പ്രോ വേരിയന്റ് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി. കൂടുതൽ ഫീച്ചറുകളും നൂതന സാങ്കേതിക വിദ്യയും കൂടുതൽ റേഞ്ചും കോർത്തിണക്കി എത്തുന്ന മോഡലിന്റെ വിലയും അടിപൊളിയാണ്. പുതിയ MG വിൻസർ പ്രോയ്ക്ക് 17.49 ലക്ഷം രൂപയാണ് ആമുഖ വിലയായി നിശ്ചയിച്ചിട്ടുള്ളത്. വാഹനം ആദ്യം വാങ്ങാൻ എത്തുന്ന 8000 പേർക്ക് മാത്രമാണ് ഈ പ്രത്യേക വിലയിൽ ഇലക്ട്രിക് കാർ സ്വന്തമാക്കാൻ അവസരമുള്ളത്. പുതിയ MG വിൻസർ പ്രോയിൽ ബാറ്ററി ആസ് എ സർവീസ് അതായത് ബാസ് തിരഞ്ഞെടുക്കുന്നവർക്ക് 12.50 ലക്ഷം രൂപ മുതൽ വണ്ടി വാങ്ങിക്കാനാവുകയും ചെയ്യും. അതേസമയം ബാറ്ററി വാടക കിലോമീറ്ററിന് 4.50 രൂപയായിരിക്കും പകരം മുടക്കേണ്ടി വരിക. പുതിയ MG വിൻസർ പ്രോയ്ക്കുള്ള ബുക്കിംഗ് 2025 മെയ് 8 ആരംഭിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. രാജ്യത്തെ ആദ്യത്തെ ക്രോസ് ഓവർ യൂട്ടിലിറ്റി ഇലക്ട്രിക് വാഹനത്തിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയി വരുന്ന മോഡലിന് 52.9 kW ബാറ്ററി പാക്കാണ് തുടിപ്പേകുന്നത്. ഇത് സിംഗിൾ ചാർജിൽ 449 കിലോമീറ്റർ വരെ റേഞ്ചാണ് നൽകാനാവുക. മുമ്പത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേഞ്ച് കൂടിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇതുകൂടാതെ ട്രാഫിക് ജാം അസിസ്റ്റ് ഉള്ള ലെവൽ 2 ഓട്ടോണമസ് ഡ്രൈവിംഗ് അസിസ്റ്റന്റ് സിസ്റ്റം, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ പുതിയ ഫീച്ചറുകളും MG വിൻസർ EV പ്രോ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷനും വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ്ങും മോഡലിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ബാറ്ററി ശേഷിയിൽ പുരോഗതി ഉണ്ടായിട്ടും വിൻസർ EV പ്രോയുടെ പവർ, ടോർക്ക് ഔട്ട്പുട്ടുകൾ യഥാക്രമം 136 bhp, 200 Nm എന്നിങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് സെറ്റപ്പോടെയാണ് വാഹനം വിപണനത്തിന് എത്തിക്കുന്നത്. ചാർജിനെ സംബന്ധിച്ചിടത്തോളം വിൻസർ EV പ്രോയിൽ 7.4 kWh AC ചാർജറാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ഇത് ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏകദേശം 9.5 മണിക്കൂർ സമയമാണ് ചോദിക്കുന്നത്. കൂടാതെ 50 മിനിറ്റിനുള്ളിൽ 20 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്ന 60 kW DC ഫാസ്റ്റ് ചാർജിങ്ങിനെയും വാഹനം പിന്തുണയ്ക്കുന്നുണ്ടെന്നതിനാൽ പബ്ലിക് ചാർജിംഗ് എല്ലാം പ്രായോഗികമാണ്. വിൻസർ EV പ്രോ അടിസ്ഥാനപരമായ ഒരു പുതിയ വേരിയന്റ് ആയതിനാൽ തന്നെ അതിൽ വലിയ കോസ്മെറ്റിക് നവീകരണങ്ങളൊന്നും കമ്പനി ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പുതുമയ്ക്കായി MG ഹെക്ടർ SUVയുടേതിന് സമാനമായുള്ള 18-inch അലോയ് വീൽ സമ്മാനിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ വിൻസർ EV പ്രോ നിലവിലെ മോഡലിന്റെ അതേ സ്റ്റൈലിംഗ് ഘടകങ്ങൾ തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. മുന്നിലും പിന്നിലും കണക്റ്റഡ് LED ലൈറ്റ് ബാറുകളുള്ള സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് സജ്ജീകരണം, റിട്രാക്റ്റബിൾ ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ, വലിയ വിൻഡോ ഏരിയ എന്നിവയെല്ലാം അന്നും ഇന്നും അടിപൊളിയാണ്. സെലാഡൻ ബ്ലൂ, ഗ്ലേസ് റെഡ്, അറോറ സിൽവർ എന്നീ 3 പുതിയ കളർ ഓപ്ഷനുകളും ബ്രാൻഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. സീറ്റുകളിലെ പുതിയ ബീച്ച് അപ്പോൾസ്റ്ററി, ഫ്രണ്ട് ആംറെസ്റ്റ്, റൂഫ്, കോളം ലൈനറുകൾ എന്നിങ്ങനെ ഇന്റീരിയറിൽ ചെറിയ ചില പരിഷ്കാരങ്ങളും MG വിൻസർ പ്രോയിൽ കാണാനാകും. ടാറ്റ നെക്സോൺ EV, ടാറ്റ കർവ് EV, ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, മഹീന്ദ്ര BE6, വരാനിരിക്കുന്ന മാരുതി സുസുക്കി E വിറ്റാര എന്നിവയ്ക്കെതിരെയായിരിക്കും MG വിൻസർ പ്രോ മത്സരിക്കുന്നത്.